ചോയ്സ് വെഡ്ഡിംഗ് കാസലിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം. നറുക്കെടുപ്പിലൂടെ നേടാം 1.5 ലക്ഷം രൂപ സമ്മാനം. ഓരോ 500 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് 1 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് 10,000 രൂപ വീതം 5 പേർക്ക്. ഈ ഓഫർ ഏപ്രിൽ 30 വരെ മാത്രം. ഈ റംസാനും വിഷുവും ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, ആമാനാമാൾ, എടപ്പാൾ. പൊന്നാനിയുടെ പൈതൃകം തിരിച്ചുപിടിക്കാൻ പൊന്നാനി ടൗണിൽ പാനൂസ തെളിഞ്ഞു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് മലബാറിന്റെ മക്ക എന്ന ഖ്യാതി നേടിയ പൊന്നാനി വലിയ ജമാഅത്ത് മസ്ജിദ് റോഡിൽ 3ാമത്തെ പാനൂസ ആഘോഷത്തിന് തുടക്കമായി. പൊന്നാനിയുടെ പൗരാണിക സംസ്കാരത്തിന്റെ വിനിമയവും പൊന്നാനി നഗരത്തിലെ പരമ്പരാഗത കച്ചവടങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള യജ്ഞമാണ് പാനൂസയിലൂടെ ലക്ഷ്യമിടുന്നത്. പണ്ടുകാലത്ത് പൊന്നാനിയിലെ ഓരോ വീടുകളിലും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകമായ പാനൂസ തൂങ്ങിക്കിടന്നിരുന്നു. പാനൂസ ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പൊന്നാനിയിലെ പലഹാരങ്ങളുടെ വിപണനവും മുത്തായ വെടിയും ഇതോടനുബന്ധിച്ച് അരങ്ങേറി. പൊന്നാനി ഒരു പൗരാണിക നഗരമാണ്. നമ്മുടെ കേരള ചരിത്രത്തിലെ പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു മണ്ണാണ്. വളരെ സാംസ്കാരിക പൈതൃകവും സാംസ്കാരിക സമന്വയവുമുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് ഒത്തുചേരലുകളുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ ഒരു പ്രത്യേക ഭൂമികയാണ്. അത്തരമൊരു മണ്ണിലാണ് നമ്മുടെ പൊന്നാനിലെ സാംസ്കാരിക പ്രവർത്തകർ പാനൂസ എന്ന് പറയുന്ന ഒരു ആഘോഷ പരിപാടിയിലേക്ക് എത്തുന്നത്. പാനൂസ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ നമ്മുടെ എല്ലാ വീടുകളിലും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒരു പ്രതീകമായി കണ്ടിരുന്നതാണ് പാനൂസ. ആ പാനൂസയെ തിരിച്ചു പിടിച്ച് സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമത്തിന്റെ ഭാഗമാണ് പാനൂസ. സമാപന ദിവസമായ ഏപ്രിൽ 12 വൈകിട്ട് 8 മണിക്ക് MIUP സ്കൂൾ കോർട്ട് പരിസരത്ത് സൂഫി ഗായകരായ ജാഫർ ആഷിഖിന്റെ കലാവിരുന്നും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ ഇമ്പിച്ച് കോയത്തങ്ങൾ, ആർട്ടിസ്റ്റ് താജ് ബക്കർ, നാടക പ്രവർത്തകരായ ഹബീബ് സർഗം, പൊന്നാനിയിലെ സാംസ്കാരിക പ്രവർത്തകരായ അബ്ദുൽ കലാം, സലാം ഒള്ളാട്ടയിൽ, അഡ്വക്കേറ്റ് ഷുഹൈൽ, അബ്ദുല്ല ബാബു, ഷഫീഖ് അമ്പലത്തുവീട്, VP ഫാറൂഖ്, ഫിറോസ് സർഗം, ജവാദ് പൊന്നാനി, സെലീന ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.